നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഖത്തർ എയർ ബബിൾ കരാർ ഡിസംബർ 31 വരെ നീട്ടി. കൊറോണ വ്യാപനത്തെ തുടർന്ന് പ്രവാസികൾക്ക് നാട്ടിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഗൾഫിൽ നിന്ന് നാട്ടിലേക്കും സുഗമമായി യാത്ര ചെയ്യാൻ വേണ്ടിയാണ് എയർ ബബിൾ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. ഇതിനോടൊപ്പം തന്നെ ഖത്തർ, ബഹ്റൈൻ, UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ എയർ ബബിൾ കരാറിൽ ഇന്ത്യയുമായി ഒപ്പിട്ട് കഴിഞ്ഞു. ഇപ്പോഴിതാ ഇന്ത്യ ഖത്തർ എയർ ബബിൾ കരാർ ഡിസംബർ 31 വരെ നീട്ടിയിട്ടുണ്ട്. നിശ്ചിത വ്യവസ്ഥകളോടെ ഇക്കഴിഞ്ഞ ജൂലൈ 18 മുതലാണ് ഇന്ത്യയിൽ നിന്ന് ഖത്തറിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾക്കുള്ള കരാർ പ്രാബല്യത്തിലായത്. COVID-19 പ്രതിസന്ധിയെ തുടർന്ന് ദോഹയിലേക്ക് മടങ്ങാൻ കഴിയാതെ ആശങ്കയിലായ ഖത്തർ പ്രവാസികളുടെ മടക്കയാത്രയും ദോഹയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയും സുഗമമാക്കാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും തമ്മിലുള്ള ധാരണപ്രകാരമാണ് കരാർ ഒപ്പിട്ടത് പോലും. അതോടൊപ്പം തന്നെ കരാർ നീട്ടിയ നടപടി ഇന്ത്യയിൽ കഴിയുന്ന ഖത്തർ പ്രവാസികൾക്ക് ആശ്വാസകരമായിരിക്കുകയാണ്. എയർ ബബിൾ പ്രകാരം ഖത്തർ എയർവേസ്, എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ വിമാനങ്ങളാണ് സർവീസ് നടത്തിവരുന്നത്. ഇന്ത്യയിൽ നിന്ന് ഖത്തർ വരെ മാത്രമാണ് യാത്രാനുമതി നൽകിയിട്ടുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ട്രാൻസിറ്റ് സാധ്യമല്ല. ഖത്തറിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർ, ഖത്തറി പാസ്പോർട്ടുള്ള OCI കാർഡ് ഉടമകൾ, നയതന്ത്രജ്ഞർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിസയുള്ള ഖത്തറി പൗരന്മാർ എന്നിവർക്കാണ് ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ അനുമതി നൽകിയിട്ടുള്ളത്. അതേസമയം ഖത്തറി പൗരന്മാർ, ഖത്തർ വിസയുള്ള ഇന്ത്യക്കാർ എന്നിവർക്കാണ് ഇന്ത്യയിൽ നിന്നും ഖത്തറിലേക്ക് അനുമതിയും നൽകിയിട്ടുള്ളത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ എക്സ്പ്രഷണൽ റീ എൻട്രി പെർമിറ്റ് ലഭിക്കുന്ന ഖത്തർ പ്രവാസികൾക്ക് മാത്രമാണ് ഖത്തറിലേക്ക് മടങ്ങിയെത്താൻ അനുമതി നൽകിയിട്ടുള്ളത്. മടങ്ങിയെത്തുന്നവർ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ ക്വാറന്റൈൻ വ്യവസ്ഥകൾ പാലിക്കുകയും ചെയ്യണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.